ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? അബ്രാഹത്തിൻ്റെ വിളി. ആ കഥയൊക്കെ നല്ല രസമായിട്ട് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? അബ്രാഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അബ്രാം എന്നായിരുന്നു പേര്, പിന്നെയാണ് അബ്രാഹമായിട്ട് മാറിയത്. അതൊക്കെ ടീച്ചർ പറഞ്ഞിരുന്നു അല്ലേ? അബ്രാഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അബ്രാഹം എന്ന പേരിൻ്റെ അർത്ഥം, ആ പേരിൻ്റെ അർത്ഥം എന്താണ്? വലിയ ജനതയുടെ പിതാവ് എന്നാണ്. പേജ് നമ്പർ 16 ഏറ്റവും ലാസ്റ്റത്തെ സെൻറ്റൻസ് ആണ് കേട്ടോ അത്. അബ്രാഹം എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? വലിയ ജനതയുടെ പിതാവ്. ഓക്കെ, ആ ഉത്തരം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം കൂടി നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ദൈവം ഉടമ്പടിയിലൂടെ അബ്രാഹത്തിന് നൽകിയ 3 വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണ്? ദൈവം തൻ്റെ ഉടമ്പടിയിലൂടെ അബ്രാഹത്തിന് എത്ര വാഗ്ദാനങ്ങൾ നൽകി? 3 വാഗ്ദാനങ്ങൾ. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 17 ഏറ്റവും മുകളിൽ റെഡ് കളറിൽ 3 വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ടീച്ചർ വായിക്കാം. ദൈവം ഉടമ്പടിയിലൂടെ 3 വാഗ്ദാനങ്ങൾ അബ്രാഹത്തിന് നൽകി. ഒന്നാമത്തെ വാഗ്ദാനം എന്താ? അബ്രാഹം നിരവധി ജനതകളുടെ പിതാവായിരിക്കും. അബ്രാഹം നിരവധി ജനതകളുടെ പിതാവായിരിക്കും. രണ്ടാമത്തെ വാഗ്ദാനം, അബ്രാഹത്തിനും സന്തതികൾക്കും ദൈവവുമായി പ്രത്യേക ബന്ധമുണ്ടായിരിക്കും. രണ്ടാമത്തെ വാഗ്ദാനം എന്താ? അബ്രാഹത്തിനും സന്തതികൾക്കും ദൈവവുമായി പ്രത്യേക ബന്ധമുണ്ടായിരിക്കും. മൂന്നാമത്തെ വാഗ്ദാനം, അബ്രാഹത്തിനും സന്തതികൾക്കും കാനാൻ ദേശം മുഴുവൻ അവകാശമായി നൽകും. ഈ 3 കാര്യങ്ങളാണ്. ഒന്നെന്തായിരുന്നു? അബ്രാഹം വലിയ ജനതയുടെ, നിരവധി ജനതകളുടെ പിതാവായിത്തീരും. രണ്ടാമത്തെ കാര്യം, അബ്രാഹത്തിനും സന്തതികൾക്കും ദൈവവുമായി പ്രത്യേക ബന്ധമുണ്ടായിരിക്കും. 3, അബ്രാഹത്തിനും സന്തതികൾക്കും കാനാൻ ദേശം അവകാശമായി നൽകും. ഓക്കെ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ പറ്റും. അബ്രാഹം എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? വലിയ ജനതയുടെ പിതാവ്. ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരവും കിട്ടിയല്ലോ അല്ലേ? അബ്രാഹത്തിൻ്റെ വിളിയാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പോൾ തന്നെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ പഠിക്കും. പിന്നെ ആവർത്തിച്ച് ഈ വീഡിയോ കാണുകയും കൂടി ചെയ്യുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.